അഹമ്മദ് ഭാഷ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് പ്രസിദ്ധ എഴുത്തുകാരൻ ടി പത്മനാഭൻ എന്ന് പറയുമ്പോൾ ഉയരുന്നത് കോൺഗ്രസിന്റെ മൂല്യമാണ്. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റുകൊണ്ട് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞ വാക്കുകളാണ്. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വരവ് എങ്ങനെ കോൺഗ്രസിനെ സഹായിക്കും എന്ന ചർച്ചകൾ സജീവമായിട്ട് ഇപ്പം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? യുക്തമായ തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത്. ഒരുപക്ഷെ ഈ സമയത്ത് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവ് ആര് എന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളം കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന ചോദ്യമാണ്. ഒന്ന്, കത്തോലിക്ക ക്രിസ്ത്യാനിയായ ഒരാളെ, ഇപ്പോ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, കോൺഗ്രസ് സെക്യുലർ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ സെക്യുലർ പാർട്ടികളാണ്. ഏത് സെക്യുലർ പാർട്ടിയുടെ മുമ്പിലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിനകത്തെ സാംസ്കാരിക സ്വത്വങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം ലോകത്തിലാകെ സജീവമാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രീയത്തിലും ഈ പറയുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഒരു 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 ജനതയുടെ കൾച്ചറൽ ഐഡന്റിറ്റി സുപ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ലോകം മുഴുവൻ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര ദളിതന്മാരുണ്ട് എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികളിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട് എന്ന് ചോദിക്കുന്നത്. കേരളത്തിലെ എത്ര ജില്ലാ സെക്രട്ടറിമാർ കത്തോലിക്ക ക്രിസ്ത്യാനി ഉണ്ട് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിങ്ങൾ എവിടെ ആവശ്യമായ പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നൊക്കെ അതുകൊണ്ട്. അപ്പോൾ ആ ചോദ്യം ഉയരുന്ന കാലത്താണ് ഈ സമവാക്യം, ഒരുപക്ഷെ ഈ ഒരു തേഴ്സ്റ്റ്, ലോകത്തിന്റെ ഈ പുതിയ രാഷ്ട്രീയമായ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസ്. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി, KPCC പ്രസിഡന്റായി ഒരു കത്തോലിക്ക ക്രിസ്ത്യാനി വന്നിരിക്കുന്നു. UDFന്റെ കൺവീനറായി കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിന്റെ പ്രതിനിധി അടൂർ പ്രകാശ് വന്നിരിക്കുന്നു. സണ്ണി ജോസഫ് പ്രസിഡന്റായി. അതേ കാലത്ത് ബാലൻസിംഗ് ആണത്. അതോടൊപ്പം തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നപ്പോൾ ഒരാൾ പട്ടികജാതിക്കാരനാണ്, ഒരാൾ മുസൽമാനാണ്, ഒരാൾ നായർ സവർണ ഹിന്ദുവുമാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും ജാതി അല്ല പ്രധാനം എന്നൊക്കെ വെറുതെ പറയുന്നതാണ്, മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടി. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ സണ്ണി ജോസഫും കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയായിട്ട് വന്നതല്ല, ഞാൻ കത്തോലിക്കനായിട്ട് വന്നതല്ല, ഞാൻ എല്ലാവരുടെയും പ്രസിഡന്റ് ആണ്, അങ്ങനെ ആവുകയും വേണം. പക്ഷെ വന്ന വഴി ഏത് സെക്ടറിൽ നിന്ന് വന്നു എന്നതൊക്കെ പുതിയ കാലത്ത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സാമുദായികമായി കോൺഗ്രസ് ചെയ്തത് ഏറ്റവും ശരിയായ കാര്യമാണ്. 2, സാംസ്കാരികമായിട്ട് ഇപ്പോ ടി പത്മനാഭനെ കുറിച്ചല്ലേ ഗൗതം ചോദിച്ചത്. അത് കിട്ടേണ്ടത് ആർക്കാന്നറിയോ? കേരളത്തിലെ ഇടതുപക്ഷത്തിന് കിട്ടണം. ഇടതുപക്ഷം ഇന്ന് വരെ ആരാണ് ആളുകളുടെ രാഷ്ട്രീയത്തെ, ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ സൂത്രം എന്താണെന്നറിയോ? കൂടെ നിൽക്കുന്നവരെയും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ എന്നും പിന്തുണക്കുകയും ചെയ്ത ആളുകൾക്കല്ല, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ള ബുദ്ധിജീവികൾക്കല്ല അവർ പരിഗണന കൊടുക്കുക. ഓർമ്മയുണ്ടോന്നറിയില്ല. ഇപ്പോ സുകുമാർ അഴീക്കോടിന്റെ ജന്മവാർഷികം നടക്കുന്ന സമയമാണ്. ഈ അഴീക്കോട് ആരായിരുന്നു? അടിമുടി ആജന്മ കോൺഗ്രസ് ആണ്. പക്ഷെ ആരായിരുന്നു അവസാന കാലത്ത് അഴീക്കോടിനെ കൊണ്ടുനടന്നത്? ഇത് തന്നെയാണ് അഴീക്കോടിന്റെ തുടർച്ചയാണ് പപ്പേട്ടൻ. ടി പത്മനാഭൻ ആരാണ്? അടിമുടിയ എന്ന് വെച്ചാൽ എന്താ പറയാ, സോൾ ടു ക്രൗൺ കോൺഗ്രസ് ആണ്. എല്ലാ കാലത്തും കോൺഗ്രസ് ആണ് പപ്പേട്ടൻ. പക്ഷെ ആ പപ്പേട്ടനെ എഴുന്നള്ളിച്ച് നടന്നിട്ട് വലതുപക്ഷത്തിന്റെ കയ്യടി നേടുക, അല്ലെങ്കിൽ വലതുപക്ഷ ബുദ്ധിജീവികളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, അവർക്ക് അവാർഡുകൾ വാരിക്കോരി കൊടുക്കുക. ആരായിരുന്നു എം ടി വാസുദേവൻ നായർ? എന്തെങ്കിലും ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ചിട്ടുണ്ട്? ഇടതുപക്ഷ കൊടിയല്ല, ആശയപരമായി പിന്തുണക്കുന്ന ഒരു വരിയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അപ്പൊ MT പപ്പന്റെ ഈ അഴീക്കോട് ഇങ്ങനെ ഒരു ടീമിനെ കൊണ്ട് നടന്നിട്ട് വലതുപക്ഷത്തിന്റെ കയ്യടി നൽകിയിട്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുത്തിട്ട് അവരുടെ ചെലവിൽ ഇടതുപക്ഷത്തിനെ വളർത്തിക്കളയാം എന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിന് കൃത്യമായി കൊടുക്കേണ്ടതാണ് ടി പത്മനാഭൻ കൊടുത്തത്. കാരണം പത്മനാഭന് മനസ്സുകൊണ്ട് എന്താണ്, പത്മനാഭൻ ഇപ്പോഴും എവിടെയാണ് രാഷ്ട്രീയമായി നിൽക്കുന്നത് എന്ന് ഇടതുപക്ഷത്തിന് ബോധ്യപ്പെടാൻ നല്ലതാണ്. പപ്പേട്ടനാണെങ്കിൽ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു. മാത്രമല്ല ഒരു ചെറിയ ഒരു വൃദ്ധ മനസ്സിൽ UDF അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് ഒരു തെറ്റൊന്നുമല്ല. അതുപോലെ തന്നെ വളരെ പിണറായി വിജയനെ മറ്റ് ചില സന്ദർഭങ്ങളിലൊക്കെ പപ്പേട്ടന് വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം പപ്പേട്ടൻ എന്ന എഴുത്തുകാരന് പിണറായി വിജയനെ ഒരു പതുക്കെ വിയോജിച്ച് പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു പപ്പേട്ടൻ. എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ പിണറായി വിജയനെ വിമർശിക്കാൻ കാലമായിരിക്കുന്നുവെന്നും മാത്രമല്ല, അതേ കണ്ണൂരിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളയാൾ, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരനായ ആൾ സണ്ണി ജോസഫ് സുധാകരന് ശേഷം പ്രസിഡന്റ് ആയിരിക്കുന്നുവെന്നും. 2 കാര്യമുണ്ട്. സുധാകരന്റെ കാലം പോലെയല്ല, ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കൂടി ഇടയുണ്ട് എന്നും ഒക്കെ ടി പത്മനാഭനെ പോലെ ഒരു കൂർമ്മ ബുദ്ധിയുള്ള
എഴുത്തുകാരനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം VD സതീശൻ ഈ സണ്ണി ജോസഫിനെ കുറിച്ച് പറഞ്ഞത്, വാക്കുകളിലെ അച്ചടക്കം, തെളിമ, ആഴവും നിയമസഭയിലെ പല സങ്കീർണമായ വിഷയങ്ങളും വരുമ്പോൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി, അവതരിപ്പിക്കാൻ വേണ്ടി വിളിക്കാറുള്ളത് സണ്ണി ജോസഫിനെയാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറയുന്നു, ഇതുവരെ കോൺഗ്രസിനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഡിഫൻസിലാക്കാത്ത ഒരാളാണ് സണ്ണി ജോസഫ് എന്നും പറയുന്നു. രണ്ടും ശരിയാണല്ലോ, അതിലൊരു തർക്കവുമില്ല. കാരണം VD സതീശൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് നമ്മളൊക്കെ അനുഭവം ഉള്ളതല്ലേ. ഇപ്പൊ അസംബ്ലിയിൽ സംസാരിക്കുന്നത് വളരെ മിതമായിട്ടേ സംസാരിക്കുള്ളൂ, സമയം പാലിച്ചാണ് സംസാരിക്കുക, ടു ദ പോയിന്റ് ആണ് സംസാരിക്കുക, പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറയുക. അദ്ദേഹത്തിന്റെ ടെലിവിഷൻ ഇടപെടലുകൾ കണ്ടിട്ടില്ലേ? ഒരാളെയും പ്രതിപക്ഷ ബഹുമാനത്തോടെ ആരെയും ആക്ഷേപിക്കാതെ, ഒരു തെരുവാക്ക് പോലും പറയാതെ, നിലവിട്ട് സംസാരിക്കാതെ, ശബ്ദമുയർത്താതെ, മിതമായ ഭാഷയിൽ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരാളാണ്. ആ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണ്. ഷാഫി പറഞ്ഞത് 200 മാർക്ക് കൊടുക്കണം. ഇന്ന് വരെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഒരു അക്ഷരം പോലും കോൺഗ്രസിനെ മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യാത്ത, ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് സണ്ണി ജോസഫ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ആ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ ഇവിടെ സണ്ണി ജോസഫ് വരുമ്പം ചർച്ചയാവുന്ന ഒരു കാര്യം, BJPയിലേക്ക് ഒഴുകിപ്പോയ ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു കോൺഗ്രസിലേക്ക് വരുമോ? തൃശ്ശൂരിൽ സംഭവിച്ച ഒരു ഭയം, ആ ഭയം ഇല്ലാതാക്കാനാണ് സണ്ണി ജോസഫിലൂടെ ശ്രമിച്ചത് എന്ന് എതിർ കക്ഷിയിലുള്ള പലരും പറയുന്നു. യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ ഇല്ലേ? BJPയിലേക്ക് ഒഴുകിപ്പോയ ക്രിസ്ത്യൻ ഫാക്ടർ സണ്ണിയിലൂടെ അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? സണ്ണി, എനിക്ക് തോന്നുന്നു സണ്ണിയായിട്ട് തിരിച്ചു പിടിക്കുന്നു എന്നല്ല, പക്ഷേ ആ ദൗത്യം വളരെ വലുതാണ്. കേരളത്തിലെ ഏത് പാർട്ടിയേക്കാളും വളരെ വലുതാണ് കത്തോലിക്ക ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, വോട്ട് ഷെയർ കോൺഗ്രസിന് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, കോട്ടയത്തേക്ക് സ്ഥിതി എന്താണ്? ഇടുക്കിയിൽ ഒരു ഒറ്റ സീറ്റില്ലല്ലോ ഇടതുപക്ഷത്തിന്, ഐ മീൻ കോൺഗ്രസിന്. ഇടുക്കി ജില്ലയിൽ ഒരു സീറ്റില്ല. ശ്രദ്ധിച്ചോ ഗൗതം? അതെ അതെ. മാത്രമല്ല കോട്ടയം ജില്ലയിലെ ഒന്ന് ആലോചിച്ചു, നാമമാത്രമായ സീറ്റാണ്. ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ ഈ മധ്യ കേരളത്തിലെ മലയോരത്തെ കഠിനാധ്വാനികളും സത്യസന്ധരുമായ ക്രിസ്ത്യാനികൾ, കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്ക്, അവർ ഏത് സഭയിൽ നിൽക്കട്ടെ, കത്തോലിക്ക ക്രിസ്ത്യാനികൾ UDFന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇളകാത്ത വോട്ട് ബാങ്കാണ്. അവിടുന്നാണ് ഒരുപാട് കേന്ദ്രമന്ത്രിമാരുണ്ടായത്. അവിടുന്നാണ് വമ്പിച്ച പിന്തുണ കോൺഗ്രസിന് കിട്ടിയത്. അവിടെ വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് UDF അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് കത്തോലിക്ക വോട്ട് ബാലറ്റിനെ തിരിച്ചു പിടിക്കുക, വോട്ട് ഷെയർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയ ദൗത്യമാണ്. തീർച്ചയായിട്ടും സണ്ണിക്ക് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് കുടിയേറ്റ കർഷകനായിട്ട് പേരാവൂര് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതും വലിയ അംഗീകാരമാണ്. തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുടിയേറ്റ കർഷകനാണ്, കുടിയേറ്റ ക്രിസ്ത്യാനിയാണ് എന്നൊരു പേര് അദ്ദേഹത്തിനുണ്ടെങ്കിൽ പോലും നാട്ടിലെ അദ്ദേഹത്തിന്റെ ബെൽറ്റും പ്ലസ് കുടിയേറ്റത്തിന്റെ വടക്കനും, അത് വെച്ചാൽ മധ്യ കേരളത്തിലെ ഈ മലയോരത്തെ കത്തോലിക്ക ബെൽറ്റും അതിന്റെ കുടിയേറ്റത്തിന്റെ വടക്കൻ ബെൽറ്റും, ഇത് രണ്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്യാനാണ് സാധ്യത. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിന് കൂട്ടുചേർത്ത് ഓർക്കണം. ഈ വോട്ട് ബാങ്കിലാണ് BJP വളരെ സമർത്ഥമായിട്ട് നുഴഞ്ഞു കയറുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു മുസ്ലിം വിരുദ്ധത വളർത്തിയിട്ട് ആ കെയർ ഓഫില് BJPയുടെ അനുഭാവം, പ്രത്യേകിച്ച് മുനമ്പം ഇഷ്യൂ പോലുള്ള കഷ്ടകാലത്തിന് അങ്ങനെ ഒരു ഇഷ്യൂ വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ ചുരുങ്ങിയത് കോൺഗ്രസിന് ആ വോട്ട് നേടുക എന്നത് മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് കത്തോലിക്ക വോട്ട് ബാങ്കിനെ ഈ സെക്കുലറായി നിർത്തുക എന്ന ദൗത്യം ഇന്ന് എനിക്ക് തോന്നുന്നു വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. ഇടതുപക്ഷം ചെയ്യുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട, ഞാൻ ഇടപെടും. പക്ഷെ അതായത് മാഷ് പറഞ്ഞു വരുന്നത്, വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നു കുറച്ച് വോട്ടുകൾ വേണമെങ്കിൽ BJPക്ക് പോയിക്കോട്ടെ, ക്രിസ്ത്യൻ വോട്ടുകൾ, അങ്ങനെയാണോ? ആയിരിക്കണം. ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് പോയിക്കോട്ടെ എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുസ്ലിം വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടും അത്ര തന്നെ അതേ മൂഡിൽ വരുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൊണ്ടും ജയിച്ചു കയറാം എന്നാണ് ഏറ്റവും പുതിയ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ നയം എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ അപകടകരമാണത്. സെക്കുലറായ ഒരു സമൂഹത്തെ കമ്മ്യൂണലാക്കി തീർക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും അത് അതിനെതിരായി പ്രവർത്തിക്കേണ്ടത് സത്യത്തിൽ CPMനെ പോലുള്ള പാർട്ടികളാണ്. പക്ഷെ CPMന്റെ ഇപ്പോഴത്തെ ഒരു പാർട്ടി ഘടന ഞാൻ നോക്കുമ്പോൾ കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരായ കമ്മ്യൂണിസ്റ്റുകാരായ കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികൾക്ക് ഉത്തരവാദപ്പെട്ട പദവികൾ, ഇപ്പൊ ജില്ലാ സെക്രട്ടറിമാരുടെ പദവി എടുത്തു നോക്കൂ, ഉത്തരവാദപ്പെട്ട ഏരിയ സെക്രട്ടറിമാരുടെ പോസ്റ്റ് എടുത്തു നോക്കൂ,
പ്രധാനപ്പെട്ട പാർലമെന്ററി പോസ്റ്റ് എടുത്തു നോക്കൂ. അവിടെയൊന്നും കത്തോലിക്ക ക്രിസ്ത്യാനികളെ വേണ്ട വിധം പരിഗണിക്കുന്ന ഒരു ശീലം CPM-ന്റെ ഇടതുപക്ഷത്തിന് കാണുന്നില്ല. അത് ആ സ്പേസും കൂടി CPM ചെയ്യാത്ത ഒരു സ്പേസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക ക്രിസ്ത്യാനികൾ BJP-യിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് കോൺഗ്രസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സെക്യുലർ ആയിട്ടുള്ള മൂവ്മെന്റ് കൂടിയാണ്. അത് നമ്മൾ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഗുണമുണ്ടാകും എന്നുകൂടി ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ കാരണം സണ്ണിയുടെ വരവ് മാത്രമല്ല, കോൺഗ്രസിന്റെ ശരിയായ തീരുമാനം മാത്രമല്ല, മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഒന്ന്, ബി ജെ പിക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും അംഗീകാരം കൊടുത്തു നോക്കിയ ഘട്ടങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല BJP-യുടെ പെർഫോമൻസും വളരെ മോശമായിട്ടുണ്ട്. നിനക്കറിയാം, ഇപ്പൊ ഗൗതമിന് അറിയാവുന്നതാണല്ലോ, തൃശ്ശൂര് വലിയ പരീക്ഷണമാണ്. തൃശ്ശൂർ ആരാ ജയിപ്പിച്ചത്? നേരെ പറഞ്ഞാൽ തൃശ്ശൂരിൽ ഇദ്ദേഹത്തെ ജയിപ്പിച്ചത്, നമ്മുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമാണ്. യാതൊരു സംശയവുമില്ല, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. പക്ഷെ അതിന്റെ ഫലം എന്താണ്? രണ്ട്, ഇപ്പോ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് കൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ആ പണ്ട് കിട്ടിയ വോട്ട് കിട്ടുമെന്ന് ഞാൻ ആർക്കും പ്രതീക്ഷിക്കാൻ വകയില്ല. കേന്ദ്രമന്ത്രിയുടെ ഒരു ഗ്ലാമർ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള സംഗതികൾ അദ്ദേഹം കാണിച്ച കോമാളി കളികൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ഈസ് ആൾമോസ്റ്റ് നോ മോർ. ഇപ്പോ ഞാൻ പറയുന്നത് ആസ് എ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് റോൾ ഇല്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. രണ്ടാമത്തെ ഒരു കാര്യം മുനമ്പം പ്രശ്നമാണ്. മുനമ്പം പ്രശ്നത്തിൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ വലിയ പ്രതീക്ഷയോടെ BJP-യിൽ വിശ്വാസം അർപ്പിച്ചതാണ്. ഇപ്പൊ എങ്ങും എത്താതെ സമരം പോലും മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ, കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും അവരുടെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ കൃത്യമായിട്ട് കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് വന്നിട്ടുണ്ട്. പല സഭകളും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ക്രിസ്തീയ സഭകൾക്ക് പുതിയ ബോധ്യം വരുന്ന സമയത്ത് കൂടിയാണ് സണ്ണി ജോസഫിന്റെ വരവ്. അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് വേണം നമുക്ക് കരുതാൻ. തീർച്ചയായിട്ടും മാഷേ. അപ്പോൾ ഈ ചർച്ചയായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി.